ഇതാണ് കാട്. ഇതിൽ ഈ കാട്ടിൻ്റെ ഉള്ളിൽ പോകണപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ വഴിയാണെങ്കിൽ കാണാനുമില്ല. വഴിയേ കാണാനില്ല. നോക്കട്ടെ വഴി എവിടെയൊക്കെ ഉണ്ടെന്ന്. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കാണണം കേട്ടോ. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ളായി കാണുക കേട്ടോ. നോക്കട്ടെ സംഭവം കാടിൻ്റെ ഉള്ളിൽ പോകണത്. കാട് എന്താണെന്ന് പാമ്പും വലിയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ട്. നോക്കട്ടെ കാടിൻ്റെ ഉള്ളിൽ എന്താ സിറ്റുവേഷനൊക്കെ. ഓ എൻ്റെ പഠിച്ചോന് വലിയ പാമ്പൊക്കെ ഉള്ള ഏരിയയാണ് സംഭവം. നോക്കട്ടെ സംഭവം. എൻ്റെ പൊന്നോ, ഇവിടെയൊക്കെ മഴ വന്നാലേ സംഭവം സെറ്റപ്പ് സ്ഥലമാണ് കേട്ടോ അത്. അയ്യോ, പാമ്പൊക്കെ ഉള്ള ഏരിയയാണ് സംഭവം. മലമ്പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അതാ പക്ഷിയാ എന്തൊക്കെയോ പറക്കണം സംഭവം. നല്ല സെറ്റപ്പ് സ്ഥലമാണ്. വേണ്ടോ പാമ്പും കാര്യങ്ങളും മാനൊക്കെ ഉണ്ടെന്നാണ് പറയണേ. വെടിച്ചിൽ കൂടെ ഇറങ്ങാൻ വഴി പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഒരു വടിയെടുക്കട്ടെ പോ. വടി കിട്ടാനല്ലോ. അയ്യോ, നോക്കട്ടെ സംഭവം എന്താ സംഭവം. അയ്യോ, ഒരു വടിയെടുത്തുണ്ട്. ചിലപ്പോൾ പാമ്പൊക്കെ ഉണ്ടെങ്കിലേ എടുക്കാന്. അയ്യോ, സംഭവം നല്ല സെറ്റപ്പ് സ്ഥലം കേട്ടോ അത്. നല്ല സ്ഥലമാണ്. ഇവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്താണെന്നുള്ളത് അറിയില്ല. സംഭവം മാനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. മാനും മയിലും കാട്ടുപന്നിയൊക്കെ ഉണ്ടെന്നാണ് പറയണേ. സൂപ്പർ സ്ഥലം അത്. വണ്ടിൻ്റെ താരയൊക്കെ ഉണ്ട് ഇവിടെ. വണ്ടി വരുന്നതിൻ്റെ താരയൊക്കെ ഉണ്ട്. സെറ്റപ്പ് സ്ഥലമാണ്. അല്ല നല്ല നമ്മുടെ ഇത് എണ്ണ എടുക്കുന്നത് ഒരു പനയാണ്. ഏന്തപ്പന പറയില്ല നാട്ടിൽ. പനയാണ്. ഏന്തപ്പനയോ എന്തൊക്കെയാണ്. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ കാര്യങ്ങൾ? അടിപൊളിയാണ് കേട്ടോ. സെറ്റപ്പ് സ്ഥലമാണ്. അപ്പോൾ എനിക്കിപ്പോൾ അതിനകത്ത് ഒരുപാട് ദൂരെ പോയാൽ ശരിയായില്ല. ചിലപ്പോൾ പുലിയും കാര്യങ്ങളൊക്കെ മേലയിലൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. ഇനിയൊക്കെ ഒരുപാട് ദൂരെ പോയാലേ ശരിയായില്ല, നമ്മൾ സ്വീപ്പാവും. സെറ്റപ്പ് സ്ഥലവും വേണ്ട. പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുലിയൊക്കെ ചിലപ്പോൾ എൻ്റെ മേലില്ലേ എൻ്റെ മേലിലുണ്ടെങ്കിലേ നമ്മൾ പെട്ടു. ഞാൻ മാനുണ്ട് കൊണ്ട് വന്നതാ സംഭവം. ഒന്നും മാനൊന്നും കാണാനില്ല. വെറുതെ ഒന്ന് നോക്കാം സംഭവം എന്താ സിറ്റുവേഷൻ എന്നേ. അതാ കാടാ, വലിയ കാടാ സംഭവം. വരും നമ്മൾ ഈ പന വന്നിട്ട് മറ്റേ ഇതിൽ നിന്നാണ് അവർ ഓയിലെടുക്കണമെന്ന് തോന്നുന്നു. ഇതിലൊരു ജാതി മറ്റൊരു കായ് വരും ഈ പനയിലേ. പാം ഓയിൽ ഇതിൽ നിന്നാണോ എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അങ്ങനെ ഇതിലൊരു ചുവപ്പ് കായുണ്ട്. അത് കായിലൂടെയാണ് എടുക്കുക. ഞാൻ ലോറിയിൽ പോകണതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ലോറിയിൽ ലോഡ് കയറ്റി പോണത് ഇതിൻ്റെ ഒരു ചുവപ്പ് കായുണ്ട്. ഇതെന്നാ എനിക്കറിയില്ല, ഇതാണെന്ന് തോന്നണം കേട്ടോ. നമ്മൾ സെറ്റപ്പ് സ്ഥലം വേണ്ട. എനിക്കിനി ഉള്ളിൽ പോകാൻ പേടിയായിട്ട് ഞാൻ വെളിയിൽ കാട്ട് കാര്യമില്ലേ. നമ്മുടെ കഷ്ടകാലത്തിനേ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ വലിയ പുലിവാല. ഇനിയും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഇതാണ്ടോ അടിപൊളി സ്ഥലമാണ്. പക്ഷെ ഉള്ളിക്കൊന്നും പോകാൻ പറ്റില്ല. അവിടെ മാനുണ്ട്. മാനുണ്ട് അവിടെ. മാനും കാട്ടുപന്നിയൊക്കെ ഉണ്ട് പറഞ്ഞു. ചിലപ്പോൾ ആനയുണ്ടാവും, വഴിയില്ല. അയ്യോ, നല്ല സ്ഥലമാണ് കേട്ടോ. സൂപ്പറാ. അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഉള്ളിക്കൊന്നും അധികം പോകാൻ പറ്റില്ല. ഉള്ളിക്ക് പോയാലേ ശരിയാവില്ലേ. നല്ല വലിയ കാടാണ്. സംഭവം വണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. താരയുണ്ട്. ഞാൻ ഫസ്റ്റേ ഉള്ളു. കാട്ടിക്കൊന്നും പോയിട്ടില്ല. ഞാൻ കാടിൻ്റെ അറ്റത്ത് നിൽക്കുക. കാടിനകത്തൊക്കെ പോയി കഴിഞ്ഞാൽ വല്ല പാമ്പ വലിയൊക്കെ ഉണ്ടാവും. അയ്യോ, നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഇരിക്കുക, നല്ല കാറ്റ് വെള്ളമൊക്കെ.
അപ്പോൾ നോക്കട്ടെ എന്തൊക്കെയാണെന്ന് നോക്കട്ടെ കേട്ടോ. പോവാ, പക്ഷേ അവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ട് സംഭവം. നോക്കട്ടെ. ആണോ ഇത് ഈ കായ തന്നെയാണ് ഞാൻ കണ്ട്. ഇതാണ്ടോ അവിടെയൊക്കെ ചുവപ്പ് കായ്കൾ. ഈ ചുവപ്പ് കായാണ് ഞാൻ വണ്ടി ലോഡ് കയറ്റി പോയി. ഇതാണ് പാം ഓയിൽ. ഇതാണ്ടോ അവിടെ പാം ഓയിലിന് യൂസ് ചെയ്യുന്നതാണ്. ഇതാണ് പാം ഓയിലിനൊക്കെ യൂസ് ചെയ്യുന്നത്. അതൊക്കെ വൃത്തിയാക്കി എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട് സംഭവം. വേണ്ട, നമ്മൾക്കേ വന്ന വഴി പോണതല്ല നല്ലത്. വന്ന വഴി പോവാ അല്ലേ? വെറുതെ എന്തിനാണ് കുരുവാലുണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കാണണ്ട. ഫുള്ളായി കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക. സൂപ്പർ സ്ഥലം. ഞാൻ അടുത്ത വീഡിയോ ഒക്കെ ഇടുന്നത് ഇടാം. നല്ല സ്ഥലം നല്ല സൂപ്പറായിട്ടുണ്ട്. എനിക്കൊന്നും അങ്ങോട്ട് പോകാൻ വയ്യ. അതാണ് അതിപ്പോൾ റോഡുണ്ട്, വണ്ടികളൊക്കെ അപ്പോഴെങ്കിലും എനിക്ക് വരുന്നുണ്ട്. ഞാനിപ്പോൾ പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്തോ സ്ഥലങ്ങളാണ് ഇവിടെ. കാടും അല്ല മാനും പന്നിയൊക്കെ ഉണ്ട് പറയുന്നുണ്ട്. മലമ്പാമ്പൊക്കെ ഉണ്ട് തോന്നുന്നു. വല്ല തിരിച്ച് പുലികളൊക്കെ ചിലപ്പോൾ എൻ്റെ മേലെ കയറി നമ്മൾ നോക്കും. താഴെ നോക്കിയിട്ടായിരിക്കും നടക്കുന്നത്. എൻ്റെ മേലെ നിരച്ച ചാട്ടം ചാടിയാ നമ്മളെ വെട്ടു. അയ്യോ ശരിയെന്നാ ഞങ്ങൾ നമ്മൾ ഇറങ്ങാം. ഇറങ്ങട്ടെ. ഇറങ്ങട്ടെ, ഞാൻ പോണു. എനിക്ക് വയ്യ വെറുതെ പുലുവാലുണ്ടാക്കാനേ. അയ്യോ ഇത് കയറാനേ വയ്യ. ഇത് താഴേക്ക് ഇറങ്ങുമാണല്ലോ. അയ്യോ ഇറങ്ങി രക്ഷപ്പെട്ടു ഒരു വിധത്തിൽ. കാട്ടിൻ്റെ ഉള്ളിൽ പോയാലേ ആകെ സ്വീപ്പാവും. പക്ഷേ പുലിയും നരിയൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ പൊട്ടുപോകും. അത് വേണ്ട വെച്ചിട്ടാ. അയ്യോ ഒരു ഇൻഡസ്ട്രിയലിൻ്റെ തൊട്ടേ സ്ഥലമാണ്. അതാണ് ഇൻഡസ്ട്രിയലിൻ്റെതാണ് അതൊക്കെ കാണുന്നത്. ഇൻഡസ്ട്രിയൽ അതൊക്കെ റോഡാണ്. അപ്പോൾ അങ്ങനെ പോകാറുണ്ട്. ഇവിടെ മലേഷ്യയിൽ ഇനി കാണാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇൻഡസ്ട്രിയൽ കമ്പനിൻ്റെ ഏരിയയാണ്. കമ്പനിൻ്റെ ഏരിയകളാണ്.